ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിലൊന്നുമല്ല. ഞാൻ അതേ കാറിലിരുന്നാണ് സ്വാഗതം പറയണത്. അതും രാത്രിയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോണേന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മുടെ ചെക്കനും ശ്രുതിയും പോയിട്ട് അവിടെ നിൽക്കാൻ പോയിട്ട് പിന്നെ അവിടെ അവസ്ഥ അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഗ്യാപ്പിലൊക്കെ വീഡിയോ വിട്ടുപോയത് ഇടാഞ്ഞത്. അപ്പോൾ സംഭവം അതാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ വഴി നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ അവിടെ റെഡിയായിട്ടൊക്കെ ഇരിക്കേണ്ടാവും, വിഷമിച്ചൊക്കെ ഇരിക്കേണ്ടാവും ഇവിടെ. അന്ന് 90 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പോയി അതേ ഫീൽ ആയിക്കോട്ടെ ഇന്ന് പോകുമ്പോഴും. ഇന്ന് അവിടെ നിന്ന് ഒരാൾ അവിടെ നിന്ന് വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി കടക്കരയ്ക്ക് കടക്കരത്തെ കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ചെക്കൻ പവറായിട്ടേക്കാണ്. ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ ശ്രുതി വിടുന്നുണ്ട് പറയാം. നല്ല രസമാണ്. ഇപ്പോൾ നല്ല രസമായിരുന്നു, നേരത്തെ നല്ല രസമായിരുന്നു, ഇപ്പോഴും നല്ല രസമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ എത്തിപ്പോയി. നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തതാണ് വീട്. ഇപ്പോൾ അവിടെ നിശബ്ദതയായിട്ടിരിക്കേണ്ട എന്താ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപ്പൊ നോക്കി ഞാൻ നേരെ വന്നപ്പോഴേ ഇവിടെ ഒരാളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യണേ. എന്താണ് ഒരു തളപ്പില്ലാത്ത ഒരു രക്തപ്രസാദം ഇല്ലാത്ത സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്, വീട്ടിലുണ്ടായിരുന്ന ഒരാൾ പോയിന്ന്. ആരാണ് പോയത്? അമ്മയുടെ അമ്മേനെ ഇപ്പൊ എല്ലാ വീഡിയോസിലും കാണുമായിരുന്നല്ലോ, മിക്ക വീഡിയോസിലും ഉണ്ടാവുമായിരുന്നു. ഇന്ന് മുതലുള്ള 4 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയ ആള് അപ്പൊ ഇപ്പൊ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കണേന്ന്. വിഷമിച്ചൊക്കെയാണ് പോയത്. അപ്പൊ ഒരാൾ പോയി കഴിഞ്ഞപ്പോ നമുക്ക് വിഷമായി. ഇങ്ങനെ വാവയുടെ അടുത്ത് എല്ലാത്തിനും ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അവിടെ 2 പേര് പെട്ടെന്നൊരു കരച്ചില് പോലെ ഉറക്കോ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എഴുതിച്ചു. ഞാൻ വരുമ്പോ അങ്ങോട്ട് ഇപ്പൊ പോയപ്പോ ചിരിച്ചു വിളിച്ചു പോയാണ്. അപ്പോഴേ ഉറങ്ങി നോക്കേണ്ട. അപ്പൊ എന്തോ ചെയ്യണ്ടെന്ന് മനസ്സിലായിട്ട് വിളിക്കും. അയ്യോ ചോറിന മോളോട് എന്താന്ന് നോക്കിയ എല്ലാം ബാക്കിയത് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാരും. ഇനി മേലേന്ന് ആ തൊട്ടിലിന്റെ ഇത് എടുത്തിട്ടില്ല കേട്ടോ. അതെടുക്കണം. അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കമ്പി മേടിച്ചിട്ട് ബെഡിൽ തൂക്കാന്ന് പറഞ്ഞോണ്ടാണ് ഈ തൊട്ടില് തിരക്ക് ഇടുന്നില്ലല്ലോ. നമുക്ക് കിടത്തി നോക്കാം. കിടത്തി നോക്കണം. ഇച്ചിരി വലുതായാലോ. അതെ, അവന് കഴിച്ചു ഫുഡ് കഴിച്ചു പോയിട്ട്. അത് അച്ചാച്ചനൊക്കെ സ്നേഹപ്രകടനത്തിലാണ്. ഇപ്പൊ നോക്കിയേ, ഫോണിന്റെ വിഷമത്തിൽ തല ചൊറിയുന്ന ശ്രുതി. ഒട്ടും ലഗേജിന്റെ ടാങ്ക് പോയാൽ 3 കവറ് സുണ്ണാപ്പിട, ബാക്കി 2 ശ്രുതിര. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇനി എടുക്കാനുള്ള പോലെ തോന്നുന്നു. എന്റെ പിന്നെ ഭയങ്കര ലോങ് ആയോണ്ടേ ബ്ലോക്കിൽ പെടുമല്ല. ഇനി കുറെ നാളെത്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ നീ വഴി വന്നത്. പിന്നെ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാവുമ്പോ പിന്നെ നമുക്ക് ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. ചെക്കനപ്പുറത്തുണ്ട്. ചെക്കനപ്പുറത്ത് ബൈ പറയാൻ മമ്മിനോട് അവിടെ തനുണ്ട്, കൊച്ചുണ്ട്. അപ്പൊ അവനോട് ബൈ ഒക്കെ പറഞ്ഞു പോരാൻ അവിടെ ഭയങ്കര ഇംഗ്ലീഷ് കേൾക്കോട്ടെ. നിങ്ങൾ തെറ്റിരിക്കുന്നത് ഒടുക്കത് ഇംഗ്ലീഷ് സിനിമയിൽ കേൾക്കണ ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റുമോ? അത് കൊച്ചു പുറത്താണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ വന്നേക്കാണ്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നത്. തനു കുഞ്ഞിലെ ഇവിടെ ഇരുന്ന് ോട് ബൈ പറയാൻ വരാനായിട്ട് ഒരു കുഞ്ഞുറക്കം കഴിഞ്ഞാൽ ഉറക്കം വന്നിട്ടുണ്ടെന്ന് തോന്നാണ്. വീഡിയോ ഒന്നുമില്ല. വീഡിയോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി ഇറങ്ങാനുള്ള എനിക്ക് 2 സാധനങ്ങളും കൂടി എടുക്കാണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഓർത്ത് അത് പോയി എടുത്തോണ്ട് വരട്ടെ മേലിരിക്കല്. ഓക്കെ, അപ്പൊ കച്ചയൊക്കെ കെട്ടിട്ടാ. അതെ, ഞങ്ങള് ഇറങ്ങാൻ നോക്കട്ടെ. ലഗേജൊക്കെ പറക്കിക്കൊണ്ട് അച്ഛനമ്മ പുറകെ വരുന്നുണ്ട്. ഒരു ലഗേജ് ഇവിടെ ഉണ്ട്.
അയ്യോ ഓ അപ്പൊ ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നു എന്തോ അങ്ങനെ നമ്മൾ പോകുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു പോരുമ്പോ ഒരു വിഷമം അത് എല്ലാവർക്കും അങ്ങനെ ഇരിക്കുമല്ലേ പിന്നെ അല്ലാണ്ട് അതെ എനിക്കല്ലേ ഇപ്പൊ സന്തോഷമുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് അതിന്റെ ഒരു ഇരിപ്പോശം അല്ലെ അത് എത്ര തവണ പോയി വന്നാലും വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു വിഷമമാണ്. പക്ഷെ ഇന്ന് കുഴപ്പമില്ല. ഇന്ന് കുഴപ്പമില്ല, പ്രിപ്പയർ ആവണ്ട. മറ്റേത് അത്രയും ദിവസം അത്രയും ഇങ്ങനെ മാസങ്ങൾ നിന്ന് പോരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇറങ്ങിയിട്ടില്ല. ഓ ഗായ്സ്, അപ്പൊ നോക്കിയാൽ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കളി കഴിഞ്ഞ ആൾക്കാരോട് നിൽക്കുന്ന കാഴ്ച. തുറന്നു ഇതെവിടെ പോയേക്കായിരുന്നു പൊന്നപ്പ? എന്തോരം ദിവസമായപ്പോ കക്കര വീട്ടിൽ നിന്ന് പോയിട്ട്. അതാണ് പെട്ടെന്ന് എടുത്തപ്പോഴേക്കും ബാക്കി ലഗേജ് എടുക്കട്ടെ. അകത്തേക്ക് കയറി കളിക്കേണ്ട നിലത്ത് പായ വെച്ചിട്ട് അവിടെ നിന്ന് കളിക്കണ അമ്മാമയും മോനും. എന്താണ് അവിടെ മുതലേ കരഞ്ഞാണ് പോകുന്നത്, മൂശാട്ടിട്ടാ പോകുന്നത്. ഹലോ, അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ കളിയും ബഹളവും ഒക്കെ ഇരുന്നട്ടാ. അപ്പൊ രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, സുഖമാണോ? പൊട്ടൊക്കെ ശരിയാക്കണുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടൊക്കെ ശരിയാക്കി. അപ്പൊ രാവിലെ ഇപ്പൊ നടക്കാൻ ഇറങ്ങിയേക്കേണ്ട, അമ്മയും നടക്കാൻ ഇറങ്ങിയേക്കണത്. ഇപ്പൊ അമ്മാമ്മയും മോനും കൂടെ കിടന്ന് കളിക്കായിരുന്നു. അമ്മാമേ, അമ്മാമ്മയോട് അച്ഛാമ്മ അമ്മാമ്മ സോറി, ഞാൻ ആരും പറയരുത്. ഞാനിങ്ങനെ അമ്മാമ്മ എന്റെ മാമനെല്ലാം ഞാൻ മാറ്റി വിളിക്കുള്ളൂ അല്ലേ. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെന്താ വിളിക്കണ്ട, സിന്ധുന്നാ? സിന്ധു അമ്മ. സംഭവം എന്ന് വെച്ചാൽ കണ്ട, ഇത് പുറത്തെ ക്യാമറ മാറ്റിയപ്പോ എന്ന് വെച്ചിട്ടിരിക്കാണ്. എന്താണ് നോക്കിയിരിക്കണ്ട. അത് ചെറിയ മഴ പെയ്ത്. അപ്പൊ നേരെ ഇപ്പൊ അമ്മ ജോലിക്ക് പോകണേ രാവിലെ തന്നെ. രാവിലെ കുറച്ച് കഴിയുമ്പോൾ ജോലിക്ക് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും, കുറച്ച് കഴിയുമ്പോൾ തക്ക് വരും. അപ്പൊ ഇന്നൊന്നുമില്ല ഇവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് നമ്മള്. ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട്. വിളക്ക് വെക്കരുത് രാവിലെ പോണേക്ക്. പിന്നെ അമ്മ വിളക്ക് വെക്കണ സംഭവം ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ആൾക്കാരെത്തി. അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ. അതെ, അപ്പൊ നമുക്ക് തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ എല്ലാരും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണാം. അതെ അതെ അതെ, അപ്പൊ അതെല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.